ഇത് പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുമെന്നുള്ള സംശയം താങ്കൾക്കുണ്ടോ? ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാനം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ നെഗറ്റീവായിട്ട് ഇതിനെ കാണുന്നില്ല. കാരണം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ സാമ്പത്തിക ബാധ്യത പോലും സർക്കാരിന് ഉണ്ടാകുന്ന വിധത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആശാ വർക്കർമാരുടെ വേതനമാണ്. 3000 രൂപ ഒറ്റയടിക്ക് കൂട്ടുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അംഗനവാടി ജീവനക്കാർക്ക്, ഹെൽപ്പേഴ്സിനും ഒക്കെ വേതനം കൂട്ടുന്നുണ്ട്. അതിനേക്കാൾ വലുതായിട്ട് ജൂൺ 15 ആകുമ്പോഴേക്കും സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര എന്നുള്ള വലിയ തീരുമാനം വരികയാണ്. അപ്പോൾ ഇത് യാഥാർത്ഥ്യബോധത്തോടു കൂടിയായ ഒരു പ്രഖ്യാപനം എന്ന് തന്നെ താങ്കൾ കരുതുന്നുണ്ടോ? അതോ ഇത് വാഗ്ദാനം നൽകി അതിനാൽ തീരുമാനമെടുക്കേണ്ടി വന്നു എന്നാണോ? ജനാഭിലാഷങ്ങളെ പ്രാവർത്തികമാക്കേണ്ടത് അധികാരത്തിൽ കയറിയ സർക്കാരിന്റെ പ്രാഥമികമായ ചുമതലയാണെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഈ UDF സർക്കാർ എടുത്തിട്ടുള്ള ഈ KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയും ഈ 3000 രൂപ ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കുന്നതും അങ്ങേയറ്റം ദീർഘവീക്ഷണമില്ലാത്തൊരു തീരുമാനമായി എന്നേ പറയേണ്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3000 രൂപ എല്ലാവർക്ക് 5000 രൂപയ്ക്ക് അർഹതയുണ്ട്. കാലിയായ ഒരു ഖജനാവിനെയാണ് VD സതീശൻ ഏറ്റെടുത്തിരിക്കുന്നത്. ബാലഗോപാലൻ പറഞ്ഞു 3000 കോടി രൂപ ബാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതെന്ന്. മഞ്ജുഷ ശ്രദ്ധിക്കണം. അതായത് കഴിഞ്ഞ മാസം എനിക്ക് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയത് വെച്ചിട്ട് കുഷ്ഠരോഗികൾക്ക്, എയ്ഡ്സ് ബാധിതർക്ക് എന്ന് വേണ്ട 120 രൂപ തൊഴിലില്ലായ്മ വേതനം കൊടുക്കുന്നവർക്ക് വരെ 6ഉം 8ഉം 10ഉം 12ഉം 24 മാസത്തെ കുടിശ്ശികയാക്കിയിട്ടാണ് ഈ സർക്കാർ പോയിരിക്കുന്നത്. അതിൽ ഏറ്റവും വേദനാജനകമായിട്ടുള്ള സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ പോക്സോ കേസിൽ ഇരകൾക്ക് കോടതി പറഞ്ഞിട്ടുള്ള ഒരു തുകയുണ്ട്. ഇത്ര രൂപ നഷ്ടപരിഹാരം സർക്കാർ കൊടുക്കണം, ഇത്ര തുക പ്രതികൾ കൊടുക്കണം. പ്രതികൾ ഒരിക്കലും കൊടുക്കാറില്ല. ഇത്തരത്തിൽ സർക്കാർ കൊടുക്കേണ്ടതായിട്ടുള്ള തുക 8.6 കോടി രൂപയാണ് കുടിശ്ശിക വരുത്തിയിരിക്കുന്നത് ഈ സർക്കാർ. അപ്പൊ ഒരുപാട് സാമ്പത്തിക ബാധ്യത, അതുമാതിരി തന്നെ ഈ ക്ഷേമ പെൻഷന്റെ കാര്യത്തിലായാലും, സപ്ലൈകോയിലത്തെ കടം വീട്ടാനുള്ള പൈസയുടെ കാര്യത്തിലായാലും, KSRTCയുടെ കാര്യത്തിലായാലും ഒരുപാട് സാമ്പത്തിക ബാധ്യത ഇവരുടെ തലയിൽ വെച്ചുകൊണ്ടാണ് 10 വർഷത്തെ ദുർഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ഈ ഭരണം ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു ബോധത്തോടു കൂടിയല്ല UDF സർക്കാർ ഇപ്പൊ ഈ 2 പ്രവൃത്തികൾ ചെയ്യുന്നത്. 50 കോടി രൂപ KSRTCയിലെ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ വേണ്ടിയിട്ട് പ്രതിമാസം സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 1798 ബസ്സുകൾ കട്ടപ്പുറത്തിരിക്കുകയാണ്. 3500 ബസ്സുകൾ കൃത്യമായി നിത്യേന ഷെഡ്യൂൾ ചെയ്യാൻ കഴിയാതെ KSRTC വലയുമ്പോൾ നിത്യേന യുള്ള യാത്രക്കാരിൽ 55% സ്ത്രീകളാണ്. ആ സ്ത്രീകൾ പൈസ കൊടുക്കാതെ ആ യാത്രയ്ക്ക് ഒരു പരിധി നിശ്ചയിച്ചിട്ടില്ല. ഏതൊക്കെ ബസ്സുകളിലാണെന്ന് പറഞ്ഞിട്ടില്ല. അത് തീരുമാനം വരും കേട്ടോ ശ്രീ MK ഹരിദാസ്. അത് തീരുമാനം വരും. ജൂൺ 15 മുമ്പ് അങ്ങനെ തീരുമാനം വരും. എന്തായാലും ഇതിന്റെ ഒരു നിബന്ധന സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ. അല്ലാതെ മുഴുവൻ ബസ്സുകളിലും ആയിരിക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതിനൊരു നിബന്ധന ഉണ്ടാകും എന്തായാലും. അത് വിമർശനം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടല്ലേ. എന്തുകൊണ്ടാ നിബന്ധന? ഇത്തരത്തിലൊരു സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ അത് ഇൻ ഓർഡിനറി ബസ്സുകളിലെ അല്ലെങ്കിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളിലെ എന്ന് പറയാതെ ഇനിയിപ്പോ അത്തരത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ രൂക്ഷമായ വിമർശനമാകില്ലേ? വാക്ക് പറഞ്ഞിട്ട് മാറി എന്ന് പറയില്ലേ? അപ്പൊ അത്തരത്തിലുള്ള ദീർഘവീക്ഷണക്കുറവിന്റെ പേരിലാണ് KSRTCയിലെ ഈ സൗജന്യ യാത്ര എന്ന് പറഞ്ഞ സ്ത്രീകൾക്ക് പകുതി പൈസയ്ക്ക് യാത്ര ചെയ്യാവുന്ന ഒരു സൗകര്യം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പോലും അതിൽ അത്ഭുതപ്പെടാനില്ല. ഇനി നോക്കൂ മഞ്ജുഷ്, ഇവരാദ്യം ചെയ്യേണ്ടത്, ഈ VD സതീശൻ ധനകാര്യ വകുപ്പ് ഏറ്റെടുത്ത സ്ഥിതിക്ക് ആദ്യം ചെയ്യേണ്ടത് 4.5 ലക്ഷം കോടിയാണ് സംസ്ഥാനത്തിന്റെ പൊതുകടം എന്ന് പറയുന്നു. അത് 6.5 ലക്ഷം കോടിയാണെന്ന് പറയുന്നുണ്ട്. വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ട് കൃത്യമായിട്ടുള്ള മറുപടി തരാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. 4 കോടിയായാലും 6.5 ലക്ഷം കോടിയായാലും ആദ്യമായിട്ട് VD സതീശൻ ചെയ്യേണ്ടത് ഒരു ധവളപത്രം ഇറക്കണം. നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചിട്ട് ഒരു ധവളപത്രത്തിലേക്ക് കടക്കാവൂ എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. മറ്റൊരു കാര്യം എന്താണ്, ഇനി എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതും കൂടി പറഞ്ഞിട്ട് പറയാൻ എന്നെ മഞ്ജുഷ അനുവദിക്കണം. ഇന്ധന സെസ് 2 രൂപ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ചപ്പോൾ പറഞ്ഞത് ക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ള പൈസയാണെന്നാണ്. ക്ഷേമ പെൻഷൻ എന്ന് ചിന്തിക്കാൻ പോലുമുള്ള തുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റം സമരം ചെയ്തവരാണ് ഇവിടുത്തെ UDFന്റെ അന്നത്തെ പ്രവർത്തകരും അന്നത്തെ നേതൃത്വവും. ഈ 2 രൂപ ഇന്ധന സെസ് ഇവർ പിൻവലിക്കുമോ? പേഴ്സണൽ സ്റ്റാഫ് നിയമത്തിലെ മറ്റൊരാടെ 30-35 പേഴ്സണൽ സ്റ്റാഫിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്ക് ശമ്പളം കൊടുക്കാൻ 4.5 കോടി രൂപ പ്രതിമാസം ചെലവാക്കുന്നതിനെ എന്റെ കൂടെ ചാനൽ ചർച്ചകളിൽ ഇരുന്നുകൊണ്ട് അങ്ങേയറ്റ UDF നേതാക്കൾ വിമർശിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ ഇവർ എന്ത് ലിമിറ്റാണ് കൊണ്ടുവരിക? 10-15 പേരിൽ ഒതുക്കി നിർത്തുമോ? അതോ മറ്റേ സർക്കാരിനെ പോലെ തന്നെ ചെയ്യുമോ? 2 വർഷവും 1 മാസവും ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ അനുവദിക്കുന്ന രീതിയെ അങ്ങേയറ്റം വിമർശിച്ചിട്ടുള്ള UDF സർക്കാർ ആ പെൻഷൻ പരിപാടി നിർത്തുമോ? PSC
ചെയർമാൻമാർക്കും മെമ്പർമാർക്കും ഈ ഇരട്ടി ശമ്പളമാക്കിയത് കുറയ്ക്കുമോ കൂട്ടുമോ? അതുമാതിരി തന്നെ സപ്ലൈകോ വഴിയുള്ള 13 സബ്സിഡി സാധനങ്ങളുടെ വില ഈ UDF ഭരണകാലത്ത് കൂട്ടുമോ കുറയ്ക്കുമോ? അതുമാതിരി തന്നെ കൂട്ടിയ ഭൂനികുതി 2024 ബഡ്ജറ്റിലെ ഭൂനികുതി കൂട്ടിയതിനെ കുറിച്ചിട്ടും അതുമാതിരി തന്നെ വെള്ളക്കരം കൂട്ടിയതിനെ കുറിച്ചിട്ടും നമ്മുടെ ബിൽഡിംഗ് ടാക്സ് കൂട്ടിയതിനെ കുറിച്ചിട്ടും പെർമിറ്റ് ഫീസ് കൂട്ടിയതിനെ കുറിച്ചിട്ടും അങ്ങേയറ്റം സമരങ്ങൾ നടത്തിയതാണ് UDF. അപ്പൊ ഇത്തരം കാര്യങ്ങളിലുള്ള തീരുമാനങ്ങൾ എന്തായിരിക്കും? ഈ കൂട്ടിയ നികുതിയൊക്കെ കുറയ്ക്കുമോ? ഹോട്ടലിൽ തോന്നിയ വിലയാണ്, പ്രത്യേകിച്ച് ഗ്യാസിന്റെ പ്രശ്നം കൂടി വന്നതുകൊണ്ട് ഹോട്ടലിൽ തോന്നിയ വിലയാണ് ഈടാക്കുന്നത്. ഹോട്ടൽ വില നിയന്ത്രിക്കാൻ വേണ്ടി ഈ സർക്കാർ എന്ത് ചെയ്യും? ജനങ്ങൾ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആലപ്പുഴയിലെ കോൺഗ്രസ് പ്രവർത്തകന്റെ തല തല്ലിപ്പൊട്ടിച്ച കേസിന് SIT അന്വേഷണത്തിന്റെ പ്രശ്നമല്ല കേരളത്തിലെ. തീർച്ചയായിട്ടും അതിന്റെ അന്വേഷണം SITയെ ഏൽപ്പിച്ചുകൊണ്ട് ആ കേസ് കോടതിയിലേക്ക് എത്തിക്കാൻ വേണ്ട നടപടികൾ എടുത്തതിനെ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ ഇവിടുത്തെ വിലക്കയറ്റം, ഇന്ന് ലഭിച്ച വിലയ്ക്ക് നാളെ ഒരു സാധനം ലഭിക്കാൻ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് അർഹതയില്ല. കാസർഗോഡ് ലഭിക്കുന്ന വിലയ്ക്കല്ല കോഴിക്കോട് ലഭിക്കുന്നത്, കോഴിക്കോട് ലഭിക്കുന്ന വിലയ്ക്കല്ല എറണാകുളത്ത് ലഭിക്കുന്നത്. അപ്പോ വില നിയന്ത്രണം, ഏകീകൃതമായ ഒരു വില നിയന്ത്രണം കൊണ്ടുവന്നിട്ട് ഈ വിലക്കയറ്റത്തെ തടയാൻ വേണ്ടി സർക്കാർ എന്ത് ചെയ്യും? അപ്പൊ KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയും അതുമായി തന്നെ ആശാ വർക്കർമാരുടെ പെൻഷൻ വർദ്ധിപ്പിക്കലും ഒക്കെ രണ്ടാം സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഈ സർക്കാരിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലേക്ക് സർക്കാർ എങ്ങനെയാണ് ഇടപെടുക? ആരോഗ്യരംഗം വഷളാക്കിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം ഒഴിഞ്ഞിരിക്കുന്നത്. 498 കോടി രൂപയാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ സപ്ലൈ ചെയ്യുന്നവർക്ക് അതിന്റെ ഓപ്പറേഷൻ സാമഗ്രികളും ഓപ്പറേഷൻ കാണുന്നുണ്ട്. K മുരളീധരനാണ് ആരോഗ്യ വകുപ്പിന്റെ ചുമതല വഹിക്കാൻ പോകുന്നത്. അദ്ദേഹം പ്രഗത്ഭനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിന് ഭരണ മന്ത്രി എന്ന നിലയിൽ ഇല്ല എങ്കിൽ കൂടിയും കെ മുരളീധരന്റെ പ്രാഗൽഭ്യത്തെ പറ്റി സംശയമില്ലാത്ത കാര്യമാണ്. ശ്രീ ഹരിദാസ്, K മുരളീധരനാണ് ആരോഗ്യ വകുപ്പിന്റെ ചുമതല. നോക്കൂ, ഇതൊക്കെ ആരംഭ ശൂരതയാണ്. നമുക്ക് അക്കരെ നിൽക്കുമ്പോ ഇക്കരെ പച്ചയാണ്. നമുക്ക് അപ്പുറം നിന്നിട്ട് എന്തും വിമർശിക്കാം, പക്ഷെ അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയാൻ പറ്റുള്ളൂ. നമുക്ക് K മുരളീധരൻ മന്ത്രിയായിരുന്നുകൊണ്ട് 6 മാസം നമ്മുടെ ഇലക്ട്രിസിറ്റി വകുപ്പിലത്തെ പ്രവർത്തനത്തിനെ മാത്രമേ നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ, ആരോഗ്യ വകുപ്പിന് ആവശ്യമായ ഫണ്ട് നൽകാത്തതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കാലത്ത് ആരോഗ്യ വകുപ്പ് ഇത്രയും കുത്തഴിയാനുള്ള കാരണമുണ്ടായിരിക്കുന്നതെന്ന് ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ ഈ സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ഇനി അത്തരത്തിലുള്ള ഒരു ആരോപണം പറയാൻ ഒരു ഡോക്ടർക്കോ അല്ലെങ്കിൽ ഒരു ആശുപത്രിക്കോ കഴിയാത്ത വിധത്തിൽ എന്ത് ചെയ്യുമെന്ന് കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണുകയാണ്. കാരണം മാനവരാശിയുടെ നിലനിൽപ്പ് ആരോഗ്യത്തെ. ശരി ശ്രീ MK ഹരിദാസ്. ശ്രീ CK ഷാക്കിർ, ഈ ആരംഭ ശൂരത്വം എന്നുള്ള കാര്യം കൂടി ഉണ്ട് കേട്ടോ. അത് ഹരിദാസ് പറഞ്ഞ കുറേയേറെ കാര്യങ്ങൾ ശരിയാണ്. നമ്മൾ ഈ തുടക്ക സമയത്താണെങ്കിലും ചില വിമർശനങ്ങൾ വരും ഇക്കാര്യത്തിൽ. അദ്ദേഹത്തോട് വളരെ ബഹുമാനത്തോടെ പറയട്ടെ, അദ്ദേഹം ഊഹത്തിൻ്റെ അല്ലെങ്കിൽ സാങ്കല്പികതയുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ പറയുകയാണ്. ഈ VD സതീശൻ എന്ന് പറയുന്നയാൾ ഈ നമ്മളെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഖജനാവിലേക്ക് എങ്ങനെയാണ് പണം വരിക എന്നുള്ളത് കാണിച്ചു തരാമെന്ന്. എന്നിട്ട് അദ്ദേഹം ഇന്ന് പറയുന്നുണ്ട് ഇത് റിസൾട്ട് വന്നത് അതിന് മുമ്പ് തന്നെ ഈ പ്രകടന പത്രിക പുറത്തിറക്കിയ ശേഷം ഈ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കാൻ എത്ര പണം വേണ്ടി വരും നിലവിലെ സാഹചര്യത്തിൽ നിന്ന് കൃത്യമായ പഠനം നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഇത് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു ഖജനാവിലേക്ക് പണം വരുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. ചെലവും നിങ്ങൾ പറഞ്ഞതുപോലെ ഈ പെൻഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റു സംഗതികൾക്കോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് പണത്തിൻ്റെ കുറവുണ്ട്. 6 ലക്ഷം കോടിയുടെ കടമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ അടിസ്ഥാന വർഗത്തിലെ വളരെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി ഇതെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ അത് അവരോട് ചെയ്യുന്ന വലിയ അപരാധമാണ് എന്ന തിരിച്ചറിവിലാണ് അടിയന്തരമായി ഇങ്ങനൊരു സംഗതി ചെയ്തിട്ടുള്ളത്. സാധാരണയൊക്കെ ഗവൺമെൻറ്റുകൾ പിരിഞ്ഞു പോകുന്ന സമയത്താണ് ഇത്തരം പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി പോകാറുള്ളത്. ഇത് കൊടുക്കാൻ വേണ്ടിയെന്ന് മാത്രമല്ല അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞത് KSRTCയിലെ കാര്യങ്ങളെക്കുറിച്ചാണ്. KSRTCയിലെ നേരത്തെ മഞ്ജുഷ തന്നെ ക്ലിയർ ആക്കി കൊടുത്തു. ഏത് മാനദണ്ഡത്തിലാണ് സൗജന്യ യാത്ര അനുവദിക്കുക എന്നുള്ളത് വിശദമായി 15-ാം തീയതിക്ക് മുമ്പ് പറയുമെന്നും പുതിയ CM അറിയിച്ചിട്ടുണ്ട്. പിന്നെ അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അല്ലാതെ ഹരിദാസ് പറഞ്ഞ അങ്ങനെയല്ല, അതപ്പോൾ വിമർശന വിധേയമാകുമല്ലോ എന്നാണ്. മുഴുവൻ യാത്രക്കാർക്കും മുഴുവൻ ബസ്സുകളിലും മുഴുവൻ സ്ത്രീ യാത്രക്കാർക്കും അതുപോലെ തന്നെ മുഴുവൻ ബസ്സുകളിലും എന്ന രീതിയിലാണല്ലോ ഇപ്പോൾ കരുതിയിരിക്കുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു അതെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അതിന്റെ ഡീറ്റെയിൽസ് വരട്ടെ, വന്നിട്ടല്ലേ നമ്മൾ വിലയിരുത്തേണ്ടത്. മുൻധാരണയോടെ അങ്ങനെ സംസാരിക്കല്ലേ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.